പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടിയും വലിയ രീതിയിൽ BJP വളർന്നുകൊണ്ടിരിക്കുകയാണ് 4-5 മണ്ഡലങ്ങൾ. ആറ്റിങ്ങൽ, പാലക്കാട്, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ മണ്ഡലങ്ങൾ, ആലപ്പുഴ എങ്ങനെ കാണുന്നുണ്ട്? അല്ല, ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് തൊട്ടടുത്തത് ആ ടി വിയിൽ പോകുന്ന വാർത്ത ശശി തരൂരിൻ്റെ ഇൻ്റർവ്യൂ നടക്കുകയാണ്. ശശി തരൂർ പറയുന്നു ഇതെൻ്റെ അവസാനത്തെ മത്സരമാണ്, എന്നാലും ഇനി രാഷ്ട്രീയം ഇടത്തില്ല. അപ്പോൾ ഇനി മത്സരിക്കാനില്ല, അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ മത്സരിക്കാതെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ AICC പ്രസിഡൻറ്റോ, മത്സരിച്ച് പരാജയപ്പെട്ട ആളാണല്ലോ, അതല്ലെങ്കിൽ KPCC പ്രസിഡൻറ്റോ ഒക്കെ ആവാനായിരിക്കാം. ചിലരൊക്കെ ഭാവി മുഖ്യമന്ത്രി എന്ന് തരൂരിനെ പറയാറുണ്ട്. പക്ഷേ ഇനി മത്സരിക്കത്തില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഭാവി മുഖ്യമന്ത്രിയാവും എന്നറിയില്ല. എനിവേ, നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ എക്കാലത്തും പറയുന്നത് ഗൗതം ഉൾപ്പെടെ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. കാരണം BJP ഒന്നും നേടില്ല, BJPക്ക് കേരളത്തിൽ സ്കോപ്പില്ല, BJPക്ക് ഒന്നും സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ചിത്രമാണ് പൊതുവിലുള്ളത്. പക്ഷേ ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, ഇങ്ങനെ പറയുന്ന ആളുകളും രാഷ്ട്രീയ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് BJPയാണ്. BJPക്കാർ തൊടുന്നതും പിടിക്കുന്നതൊക്കെ വാർത്തയാണ്, വിമർശനം അവർക്ക് നേരെയാണ്. എന്തുകൊണ്ടാണ്? വളരെ നിശബ്ദമായി ഒരു സൈലൻറ്റ് കില്ലറെ പോലെ BJP കേരള രാഷ്ട്രീയത്തിൽ സ്ട്രെച്ച് ചെയ്ത് വരികയാണ്. ഇറ്റ്സ് എ ഫാക്റ്റ്, ഇറ്റ്സ് എ റിയാലിറ്റി. ഇപ്പോൾ നോക്കൂ, ഞാനിപ്പോൾ ഇടയ്ക്ക് ആലപ്പുഴ എന്ന് പറഞ്ഞു, ആലപ്പുഴയിലേക്ക് നമ്മൾ പോകുമ്പോൾ കാണുന്ന ചിത്രം എന്താ? വളരെ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. ശോഭ ആറ്റിങ്ങൽ വരും, അല്ലെങ്കിൽ പത്തനംതിട്ട വരും. അതിനകത്ത് BJPയിലെ അന്തഛിദ്രങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കള്ളപ്രചരണം നടത്തിയിരുന്ന, എന്നിട്ട് ശോഭയ്ക്ക് സീറ്റ് കിട്ടില്ല എന്ന് പോലും. സുരേന്ദ്രൻ്റെ ശത്രുവാണ് ശോഭ, അതുകൊണ്ട് ശോഭയ്ക്ക് സീറ്റ് കിട്ടില്ല എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ BJPക്കാരല്ല. BJPയുടെ ആ ഉള്ളിലെ കാര്യങ്ങൾ കഥയുണ്ടാക്കി മെനഞ്ഞുകൊണ്ടിരുന്ന ആളുകളെപ്പോലും അമ്പരപ്പിച്ചുകൊണ്ട് ശോഭ ആലപ്പുഴയിൽ വരുന്നു. ആലപ്പുഴയെ പ്രകമ്പനം കൊള്ളിക്കുന്ന തരത്തിലേക്കാണ് ശോഭയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടന്നത്. ആലപ്പുഴ മുഴുവൻ സ്ത്രീകളുടെ കുത്തൊഴുക്കായിരുന്നു. അങ്ങനെ വന്ന് വളരെ പെട്ടെന്ന് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ വലിയ തോതിലുള്ള ഒരു മത്സരം കാഴ്ചവെക്കുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ആരിഫ് ഏതാണ്ട് വളരെ ബഹുദൂരം പിന്നിലേക്ക് പോയി. ഇപ്പോൾ പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകരാകെ നോക്കുമ്പോൾ KC വേണുഗോപാലും ശോഭയും തമ്മിലാണ് മത്സരം എന്നൊരു ടെമ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അപ്പോൾ നിലവിലുള്ള ആരിഫിൻ്റെ ഒരു പ്രത്യേകത, ഇടതുപക്ഷത്തിന് ഇന്ത്യയിലാകെ ഉണ്ടായിരുന്ന, ഇപ്പോൾ കാലാവധി കഴിഞ്ഞ പാർലമെൻറ്റിൽ ആകെ ഉണ്ടായിരുന്ന MP ആണ്. ആ MPയുടെ സ്ഥിതി വളരെ പരിതാപകരമായി. AICCയുടെ സംഘടനാ സെക്രട്ടറിയായ വേണുഗോപാലിനെ പോലും അമ്പരിപ്പിക്കുന്ന തരത്തിലേക്ക് ശോഭയുടെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ മുന്നോട്ട് പോയി. ഇപ്പോൾ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഈ സമയത്ത് ഇന്നലെ ആലപ്പുഴയിൽ വലിയൊരു നാടകീയമായൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ CPMൻ്റെ ഒരു നേതാവ് ബിബിനും അദ്ദേഹത്തിൻ്റെ മാതാവ് ഏറിയ കമ്മിറ്റി മെമ്പറായ അവർ രണ്ടും രാജിവെച്ചു. പാർട്ടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉയർത്തി. ഇന്ന് മാത്രമല്ല, അവിടെ നടന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ്റെ കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് CPM പ്രവർത്തകർ വന്നിരിക്കുക. അപ്പോൾ അവിടെ കുറേ കാലമായി CPMൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട്. മയക്കുമരുന്ന് കേസ്, സ്ത്രീകളുടെ നഗ്നചിത്രം കണ്ടതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഉന്നതർ ബന്ധപ്പെട്ട കേസ്, ഇങ്ങനെ വലിയ സംഘടനാ പ്രശ്നങ്ങളിൽ കിടന്ന് ഉഴറുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ സുധാകരൻ എന്ന് പറയുന്ന ആലപ്പുഴയിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഒറ്റയാൻ എന്ന നിലയിൽ ഇടയ്ക്കിടയ്ക്ക് പാർട്ടിക്കിട്ട് കുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ. അപ്പോൾ ഇങ്ങനെ CPM ആണല്ലോ LDF എന്ന് പറയുന്നത്. വലിയ സംഘടനാ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്താണ് ശോഭ അവിടെ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ മറ്റൊന്നുകൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ കുട്ടനാട് മേഖലയിൽ നിന്ന് പാർട്ടിയുടെ കുറച്ച് പ്രവർത്തകർ രാജിവെച്ചിരുന്നു. അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, CPMൻ്റെ ആലപ്പുഴയിലെ സംഘടന ഇപ്പോൾ SDPI പോപ്പുലർ ഫ്രണ്ടിൻ്റെ കയ്യിലാണ്. പല നേതാക്കളെയും, ജനപ്രതിനിധികളായിട്ടുള്ള പല നേതാക്കളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരുപറ്റം ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ കുട്ടനാടടക്കമുള്ള പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് രാജിവെച്ച് പോകുന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ വലിയ സംഘടനാ പ്രശ്നങ്ങളുള്ള ഒരു പ്രദേശമാണ് ആലപ്പുഴ. അവിടെയാണ് വളരെ പെട്ടെന്ന് ശോഭ സ്ഥാനാർത്ഥിയായി വരുന്നത്. ഇപ്പോൾ മറ്റൊന്നുകൂടെ നമ്മൾ എനിക്ക് ഒരു കാര്യം പറയാനുണ്ടേ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ വലിയ അധികാരങ്ങളുള്ള പദവിയാണ്. KC വേണുഗോപാലിനെ പോലെ ഒരാൾ ആ പദവിയിലെത്തിയത് നമുക്ക് മലയാളികൾക്ക് അഭിമാനകരമാണ്. പക്ഷേ ഇന്ത്യയിലെ മുഴുവൻ തെരഞ്ഞെടുപ്പുകളെയും നിയന്ത്രിക്കേണ്ടുന്ന ചുമതലയുള്ള ആളാണ് സംഘടനാ ജനറൽ സെക്രട്ടറി. അദ്ദേഹം അങ്ങനെയുള്ള പോസ്റ്റിലുള്ള ആളുകൾ സാധാരണഗതിയിൽ മത്സരിക്കില്ല. BJP നോക്കൂ, BJPയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി അദ്ദേഹം RSSൽ നിന്ന് BJPയിലേക്ക് നിയമിക്കുന്ന ആളാണ്. അപ്പോൾ RSSും BJPയും തമ്മിലുള്ള ലിങ്ക് എന്ന് പറഞ്ഞ സംഘടനാ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം മത്സരിക്കുന്നില്ല. കാരണം ഇന്ത്യ മുഴുവനുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കേന്ദ്രീകരിച്ച് ക്രോഡീകരിച്ച് നയിക്കേണ്ട ആളാണ് സംഘടനാ ജനറൽ സെക്രട്ടറി. പക്ഷേ അതേ പദവിയാണ് KC വേണുഗോപാലിന്. പക്ഷേ വേണുഗോപാൽ ആലപ്പുഴയിൽ തളച്ചിട്ടപ്പെട്ടിരിക്കുക. അതിൽ നിന്നെന്താ വായിച്ചെടുക്കേണ്ടത്? ഒന്ന്, ഡൽഹിയിലേക്ക് പോയിട്ട് വലിയ
കാര്യമൊന്നുമില്ല, പാർലമെൻറ്റിലെ MP എങ്കിലും ആവുക. കാരണം സംഘടനാ ജനറൽ സെക്രട്ടറി കൊണ്ട് വലിയ കാര്യമൊന്നും ഇനിയില്ല AICC ആസ്ഥാനത്ത്. പിന്നെ ഇന്ത്യ ഒട്ടാകെ തിരഞ്ഞെടുപ്പിനെ കേന്ദ്രീകരിച്ച് ജയിപ്പിക്കേണ്ട ഒരു ബാധ്യത ഏറ്റെടുക്കാനും KC വേണുഗോപാലില്ല. കാരണം കോൺഗ്രസിൻ്റെ പരിമിതികൾ വളരെ വ്യക്തമാണ്. കോൺഗ്രസ് എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ ജയിച്ചു വരുന്നെങ്കിൽ ജയിച്ചു വരട്ടെ എന്നുള്ള വിചാരത്തിൻ്റെ ഭാഗമായിരിക്കും സംഘടനാ ജനറൽ സെക്രട്ടറി വീണ്ടും ആലപ്പുഴയെ മത്സരിക്കുന്നത്. അല്ലെങ്കിൽ KC വേണുഗോപാലിന് എവിടെയെങ്കിലും രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് ഒരു സീറ്റ് കൊടുത്ത് MP ആക്കിയിട്ട് ഇന്ത്യ മുഴുവനുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ ക്രോഡീകരിക്കാനും നയിക്കാനും KC വേണുഗോപാലിൻ്റെ പാർട്ടി വിടുമായിരുന്നു. അപ്പോൾ ഒരു MP എങ്കിലുമായിട്ട് പാർലമെൻറ്റ് ഇരിക്കട്ടെ എന്നുള്ള മിനിമം അജണ്ടയിലാണ് KC വേണുഗോപാൽ മത്സരിക്കുന്നതെന്ന് ഒരു അത്യാവശ്യം രാഷ്ട്രീയ വിവരമുള്ള ആൾക്കൊക്കെ മനസ്സിലാവും. അപ്പോൾ ശോഭ വളരെ പെട്ടെന്ന് അവിടെ എമർജ് ചെയ്യുന്നു. ശോഭയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസ് ഉദ്ഘാടനം ചെയ്യുന്നത് പ്രീതി നടേശൻ, വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയാണ്. അപ്പോൾ മാത്രമല്ല ശോഭ ഈഴവ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. ആലപ്പുഴ ജില്ലയിൽ ഹിന്ദു മജോറിറ്റിയാണ് ഉള്ള ജില്ലയാണ്. അതിൽ മഹാഭൂരിപക്ഷവും ഈഴവ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നുള്ളൊരു ഇക്വേഷനിൽ ശോഭ ജയിച്ച് കയറുമെന്നുള്ള ഒരു ടെമ്പോ ഉണ്ടാക്കാൻ കഴിഞ്ഞു. കാരണം ശോഭ എന്നുള്ള സ്ഥാനാർത്ഥിത്വം വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ആലപ്പുഴ ഒരിക്കലും CPM-നെ വെല്ലുവിളിച്ച് BJPക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണൊന്നും ആയിരുന്നില്ല. പക്ഷേ അവിടെ ശോഭ 2ാം സ്ഥാനത്ത് ഇപ്പോൾ തന്നെ എത്തിയിരിക്കുന്നു. 1ാം സ്ഥാനത്തേക്കും കയറാൻ ഇനി വളരെ കുറച്ച് ദൂരം സഞ്ചരിച്ചാൽ മതി എന്നുള്ള ഒരു ഇമേജ് പൊതുവിലുണ്ടായിരിക്കുന്നു. നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ ശോഭയ്ക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. നിൽക്കി വരാം. ശോഭയ്ക്കെതിരെ വ്യക്തിപരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ നോക്കിയറിയാം BJPയുടെ ചില എല്ലാ സ്ഥാനാർത്ഥി BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥികൾ 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നുണ്ട്. 20 മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ചില ആളുകളുടെ നേർക്കേ ഉണ്ടാകുന്നുള്ളൂ. തൃശ്ശൂർ നോക്കൂ, സുരേഷ് ഗോപിക്കെതിരെ നിരന്തരം ഉണ്ടായി. എന്തിന് ഒരു കിരീടത്തിൻ്റെ പേരിൽ പോലും വിവാദം ഉണ്ടായി, അത് പൊളിഞ്ഞു. അവസാനം ഇപ്പോൾ പറയുന്നത് എന്താ, അവിടെ ഈ നോമ്പ് തുറയ്ക്ക് ഒരിടത്ത് പോയിട്ട് നോമ്പ് കഞ്ഞി കുടിച്ചതിനെ ആക്ഷേപിക്കുന്നു. അപ്പോൾ വളരെ മോശപ്പെട്ട തരത്തിലുള്ള പേഴ്സണൽ ടാർഗറ്റുകൾ ഉണ്ടാവുന്ന സ്ഥാനാർത്ഥികൾ BJPയുടെ 20 സ്ഥാനാർത്ഥികളുമില്ല, NDAയുടെ 20 സ്ഥാനാർത്ഥികളില്ല. ഹാൻഡ് പിക്കഡായിട്ട് ചിലരെ മാത്രമാണ് ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ്? അവർക്കൊരു ജയസാധ്യതയുണ്ട്. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെയാണ് പേഴ്സണൽ ടാർഗറ്റ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ആ ഒരു ടാർഗറ്റിങ്ങിൽ ഇപ്പോൾ ശോഭ വന്നിരിക്കുകയാണ്. ശോഭനെ ആക്രമിക്കുന്നു, ചില ചാനൽ പ്രവർത്തകരെ ആക്രമിക്കുന്നു. ശോഭ കഴിഞ്ഞൊരു ദിവസം ഒരു പത്രസമ്മേളനത്തിൽ വിതുമ്പിക്കറിഞ്ഞോട്ട് പറഞ്ഞു. അപ്പോൾ ശോഭ ജയിച്ചേക്കും, സുരേഷ് ഗോപിയെ പോലെ ജയിക്കാൻ നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭ എന്നുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇത് ട്രിവാൻഡ്രത്ത് നോക്കൂ, തിരുവനന്തപുരത്ത് ഇതാണ്. ആദ്യമൊക്കെ രാജീവ് ചന്ദ്രശേഖരനെ മൈൻഡ് ചെയ്ത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇന്നത്തെ ദേശാഭിമാനി പത്രത്തിലുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ വരുമാനത്തിൽ സ്വത്തിൽ മുഴുവൻ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല. കോവിഡ് കാലത്ത് വരുമാനക്കുറവായിരുന്നു എന്ന് പുള്ളി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു എന്ന തരത്തിലാണെന്ന് ദേശാഭിമാനി വാർത്ത. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. ഇതിപ്പോൾ ഓർക്കണം, ഈ രാജീവ് ചന്ദ്രശേഖർ ഇനി അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ ഏതെങ്കിലും വിവരം പുറത്തേക്ക് പറയാതിരുന്നെങ്കിൽ പോലും അതത്ര അപ്രസക്തമാകുന്നൊരു വിധി ഇന്നലെ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥിയുടെ എല്ലാ സ്വത്തുവിവരവും അറിയേണ്ട കാര്യമൊന്നും ആർക്കില്ല, വോട്ടർമാർക്കില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു. കാരണം അറിയാനുള്ള അവകാശത്തെക്കാൾ പ്രധാനമാണ് ഒരാളുടെ സ്വകാര്യതയുടെ അവകാശം. ഇങ്ങനെയുള്ളൊരു സുപ്രീം കോടതി വിധി വന്നതിന് ശേഷവും രാജീവ് ചന്ദ്രശേഖരനെതിരെ സ്വത്തിൻ്റെ കാര്യം പറഞ്ഞ് ആക്രമണം നടക്കുന്നു. അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ പൈസ കൊടുത്ത് വോട്ടർമാരെ, അതെ, അത്തരം അലിഗേഷൻസ്. അപ്പോൾ ടാർഗറ്റുകൾ ആരൊക്കെയാണ്? ഒന്ന് ശോഭാ സുരേന്ദ്രൻ ടാർഗറ്റായി, സുരേഷ് ഗോപി മാത്രമായിരുന്നു ടാർഗറ്റെങ്കിൽ ഇപ്പോൾ ശോഭയെ ആക്രമിക്കുന്നു, രാജീവ് ചന്ദ്രശേഖരനെ ആക്രമിക്കുന്നു. നോക്കൂ, പത്തനംതിട്ടയിലേക്ക് വരൂ. ആ പത്തനംതിട്ടയിൽ അനിൽ ആൻ്റണി ഇവൻ ആരും ഒന്നുമല്ല എന്നൊക്കെ പറഞ്ഞ അനിൽ ആൻ്റണിക്കെതിരെ PJ കുര്യൻ വരെ, കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിലുള്ള ഒരാളായ രാജ്യസഭാ ഉപാധ്യക്ഷൻ വരെ ആയിരുന്ന PJ കുര്യൻ വരെ ആക്രമണമായിട്ട് വരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ്? അനിൽ ആൻ്റണിയുടെ സാധ്യതയും കുറച്ച് മെച്ചപ്പെടുന്നു. അദ്ദേഹവും ചിലപ്പം ജയിക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണെന്നുള്ള ടെമ്പോയിലേക്ക് വരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ കേരളത്തിൽ BJP സ്ഥാനാർത്ഥികൾക്ക് ഒരു സ്വീകാര്യത കിട്ടുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ട്. ഇപ്പോൾ പാലക്കാടിനെ കുറിച്ച് പറയുന്നുണ്ട്. പാലക്കാട് മീഡിയ ഒന്നും കാര്യമായിട്ട് കവർ ചെയ്യുന്നില്ല, പക്ഷേ അവിടെ അതിശക്തമായ സംഘടനാ പ്രവർത്തനം BJPയുടെ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് പൊതുവിൽ നോക്കുമ്പോൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല എന്ന് പൊതുവിൽ പറയാറുണ്ട്. പക്ഷേ ജയിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്താൽ ജയിക്കാം, ഇങ്ങനെ പറയാതിരുന്നാൽ ജയിക്കാം എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ആളുകൾ അഭിപ്രായപ്പെടുന്ന ഒരു കാലാവസ്ഥയിലേക്ക് BJP മാറുന്നുണ്ട്. അപ്പോൾ കേരളത്തിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഭൂരിപക്ഷ മണ്ഡലങ്ങളിലൊക്കെ BJP ഉയർന്നു വരുന്ന ഒരു സാഹചര്യമാണ്
ഇപ്പോഴത്തെ ഒരു അവസ്ഥ? അല്ല, ഞാൻ പറയട്ടെ, ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലം എന്ന് പറയണ്ട. കേരളത്തിൽ ഹിന്ദു ഭൂരിപക്ഷമല്ലാത്ത എത്ര പ്രദേശങ്ങളുണ്ട്? ഈ വയനാട് ജനസംഖ്യാപരമായിട്ട് ഏറ്റവും കൂടുതലുള്ള ആരെന്നറിയോ? ഹിന്ദുക്കളാണ്. അപ്പം ഹിന്ദു ഭൂരിപക്ഷം അല്ല പ്രശ്നം. അപ്പം മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ ഗൗതം പറഞ്ഞ് ശരിയായിരിക്കും. മലപ്പുറം ഒഴികെ കേരളത്തിലെ എല്ലാ ജില്ലകളും ഹിന്ദു ഭൂരിപക്ഷം തന്നെയാണ്. അവിടുത്തെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റഡ് ആണ്. അത് കൃത്യമായി ഏതെങ്കിലും ഒരു മുന്നണിക്ക് പോകും. ഹിന്ദു വോട്ടുകൾ സ്പ്ലിറ്റ് ആവുന്നു, ക്രിസ്ത്യൻ വോട്ടുകളും സ്പ്ലിറ്റ് ആവുന്നു. ഇതാണ് കേരളത്തിലെ ഡെമോഗ്രാഫിയുടെ ഒരു പ്രശ്നമാണല്ലോ. കോഴിക്കോടും സമാസമമാണോ എന്നുള്ള എനിക്ക് കൃത്യമായി ഡെമോഗ്രാഫിയുടെ ഒരു ഫിഗർ എനിക്കറിയില്ല. പക്ഷേ വയനാട്ടിൽ ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മുസ്ലിം ഭൂരിപക്ഷത്തിൻ്റെ ഉറപ്പിലൊന്നുമല്ല, മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായതുകൊണ്ടല്ല, മുസ്ലിങ്ങളുടെ വോട്ടുകൾ ബ്ലോക്കായി കിട്ടുമെന്നുള്ളതാണ്. പക്ഷേ ഇതിനൊക്കെ വേറൊരു മറുവാദം കൂടിയുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ കാര്യം എടുക്കും. സുരേഷ് ഗോപി ജയിക്കുമെന്നാണ് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും ഒരു കണക്ക് കൂട്ടൽ. അതിന് പറയുന്ന ഒരു സാധനം, ഹിന്ദു വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടും, ക്രിസ്ത്യൻ വോട്ടുകളിൽ ചെറിയ മാറ്റമുണ്ട്. പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ടുകളിൽ കുറേ പേരൊക്കെ പരമ്പരാഗതമായി കൈപ്പത്തി വോട്ട് ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ തൃശ്ശൂർ കേരളത്തിലെ പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രം കൂടിയാണ്. അവിടെ സാമ്പത്തികമായി കൊമേഴ്സ്യൽ ആസ്പെക്ട്സ് ചിന്തിക്കുന്ന കുറേ ആളുകൾക്ക് സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയായാൽ ജയിച്ചാൽ, ഇപ്പോൾ സുനിൽകുമാർ മത്സരിക്കുന്നു, സുരേഷ് ഗോപി മത്സരിക്കുന്നു, മുരളി മത്സരിക്കുന്നു. ഇവരിൽ 3 ആളുകളിൽ ആരെ പാർലമെൻറ്റിലേക്ക് അയച്ചാലാണ് നമുക്ക് വലിയ ഗുണം എന്ന തരത്തിൽ ആളുകൾ ചിന്തിക്കും. പ്രാക്ടിക്കലി ചിന്തിക്കുന്ന അച്ചായന്മാരുടെ ഒരു സ്ഥലമാണ് തൃശ്ശൂർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബോബി ചെമ്മണ്ണൂർ പങ്കെടുക്കുന്ന ഒരു സമ്മേളനം, സുരേഷ് ഗോപി ഇരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ പറയുന്നു, നമ്മുടെ എനിക്ക് പരിചയമുള്ള ഒരാൾ ഗൾഫിൽ വധശിക്ഷ വിധിക്കപ്പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിന് കുറേ കോടികൾ, എമൗണ്ട് ഞാൻ മറന്നുപോയി, വലിയ തുകയാണ്, 10 കോടിക്ക് മുകളിലുള്ള തുക ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ക്യാമ്പയിൻ നടക്കുന്ന അതിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു. അത് വലിയ ഭീമമായ തുക ആവശ്യമുണ്ട്. അത് ബ്ലഡ് മണി ആയിട്ട് കൊടുത്താലേ അദ്ദേഹം രക്ഷപ്പെടുള്ളൂ. ഞങ്ങൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ ട്രസ്റ്റിൽ നിന്ന് 1 കോടി രൂപ കൊടുക്കാം. ഈ 15-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. അതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാൽ ഞങ്ങൾ ഈ തുക കണ്ടെത്താൻ പറ്റും. അതിലൊന്ന് ബന്ധപ്പെടണം. നമ്മുടെ എംബസി, അവിടുത്തെ എംബസിയായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നീക്കിയ ഡേറ്റ് നീട്ടി കിട്ടിയാൽ ഈ തുക കണ്ടെത്താൻ പറ്റും. അതിനുവേണ്ടി ബോബി പറയാണ് സുരേഷ് ഗോപി ഒന്ന് ബന്ധപ്പെടണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ കേരളത്തിൽ ആർക്ക് എന്ത് കാര്യം വന്നാലും നമുക്ക് ആക്സസബിൾ ആയിട്ടുള്ള ഒരാൾ സുരേഷ് ഗോപി ആണെന്നുള്ളത് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടുള്ള വ്യക്തിപരമായൊരു അടുപ്പം അറിയാം. അപ്പോൾ ഈ തൃശ്ശൂരുകാർ പ്രാക്ടിക്കലി ചിന്തിക്കുക, നമുക്കൊരാവശ്യം വന്നാൽ തൃശ്ശൂരിന് വേണ്ടി ആവട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു ആവശ്യം വന്നാൽ ബന്ധപ്പെടാവുന്ന ഒരു കോണ്ടാക്ട് പേഴ്സൺ അത് സുരേഷ് ഗോപിയാണ്. അങ്ങനെ ഒരാൾ വരട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. പിന്നെ മറ്റൊന്ന്, നമ്മളത്ര നിസ്സാരമായി കാണരുത്. നമുക്കൊരു വെല്ലുവിളിയായിട്ട് നിലവിലുള്ളത് ഒരു മുസ്ലിം നേതാവ് പറഞ്ഞത് ഓർമ്മയില്ലേ, BJP എവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുണ്ട് അവിടെ നിങ്ങൾ UDF-നോ LDF-നോ വോട്ട്. അതിപ്പോൾ മുമ്പ് അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. നേരത്തെയും പറയുന്നുണ്ട്. നേരത്തെയും അത് എവിടെ ക്രോസ് വോട്ടിംഗ് വഴിയല്ല, അത് എവിടെയാണ് BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 3 മുന്നണികളും സ്വതന്ത്രമായിട്ട് മത്സരിച്ചാൽ കേരളത്തിൽ ഒരു സംശയമില്ല, നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു 10ഓളം മണ്ഡലങ്ങളിൽ BJP ജയിക്കാൻ കഴിയും. 3 പേരും ഒറ്റയ്ക്കൊറ്റയ്ക്ക് അവരവരുടെ വോട്ടുകൾ പിടിച്ച് മത്സരിക്കണം. BJPക്ക് ജയിക്കാൻ പറ്റുന്ന 10ഓളം സീറ്റുകൾ കേരളത്തിലുണ്ട്, മിനിമം അസംബ്ലി സീറ്റുകൾ. അപ്പോൾ ഞാൻ പറഞ്ഞതല്ല, ഈ നമ്മൾ സമീപകാലത്ത് ഈ കേരള സ്റ്റോറിയെ സംബന്ധിച്ചുള്ള ഒരു വിവാദം, അപ്പോൾ താമരശ്ശേരി രൂപത, ഇടുക്കി രൂപത, ഇവരൊക്കെ ഈ സിനിമ കാണിക്കാൻ ശ്രമിക്കുന്നത് വളരെ നിഷ്കളങ്കമാണെന്ന് കരുതുന്നുണ്ടോ? അവരുടെ സമുദായം നേരിടുന്ന ഒരു ഭീഷണിയെ അവർ അഡ്രസ്സ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ എന്തുകൊണ്ട് ഇപ്പോൾ OTT പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വന്നിട്ട് 5 മാസം പോലായി, അപ്പോഴൊന്നും തോന്നാതെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഈ സിനിമ കാണിക്കാൻ കേരളത്തിലെ ചില സഭകളുടെ ചില രൂപതകളെങ്കിലും തയ്യാറായി വന്നത്. ഇപ്പം അല്ല, ദൂരദർശനിൽ വന്നിരിക്കട്ടെ, ആയിക്കോട്ടെ, തയ്യാറായി വന്നത് അത്ര നിഷ്കളങ്കമൊന്നും. ഇറ്റ്സ് ആൻ അജണ്ടയുടെ ഭാഗമാണ്, നിശ്ചയമായും ഒരു അജണ്ടയാണ്. കാരണം കേരളത്തിൽ സമീപകാലത്ത് സഭയ്ക്കുണ്ടായിട്ടുള്ള ഇവരുടെ കയ്യിൽ ഡാറ്റയൊക്കെ ഉണ്ട്, എത്ര കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ക്രൈസ്തവ സഭയിൽ ഒരു മാറ്റമുണ്ടെന്നുള്ള വളരെ പ്രകടനമാണ്. ഇപ്പോൾ തലശ്ശേരി രൂപത എന്താ പറഞ്ഞത്, ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അല്ല, അവരങ്ങനെ പിൻവലിയല്ല, ഞങ്ങൾ കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ KCOM കാണിക്കും, പള്ളി കാണിക്കത്തില്ല എന്ന് പറഞ്ഞു, പാരിഷ് ഹാളിൽ കാണിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ കേരളത്തിലെ ക്രൈസ്തവർക്കിടയിൽ വളരെ കാര്യമായൊരു വിചിന്തനം ഉണ്ടാകുന്നുണ്ട്, പുനർവിചിന്തനം ഉണ്ടാകുന്നുണ്ട്. അവർ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളുടെയും ഫണ്ടുകളുടെയും വിനിയോഗം, പിന്നെ അവരുടെ ജനസംഖ്യയിലുണ്ടാകുന്ന കുഴപ്പം. നമ്മൾ ആലോചിക്കുന്നു, പണ്ടൊക്കെ നോക്കുമ്പോൾ, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റി ക്രൈസ്തവ സഭയായിരുന്നു. കച്ചവടം, ഭൂമി,
വ്യവസായം, ഏത് രംഗത്തും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ക്രൈസ്തവർ ഹിന്ദുക്കളെ പോലെ ഭൂമിയുടെ കാര്യത്തിൽ, കച്ചവടത്തിൻ്റെ കാര്യത്തിൽ, വ്യവസായത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ വേഗം പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുക. അവരുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോവുക. നാട് വിട്ടു പോകുന്ന PR എടുത്ത് വിദേശത്ത് കാനഡയിലോ ഇക്വഡോറിലോ US-ലോ ഒക്കെ പോകുന്ന ആളുകൾ പിന്നെ വരുന്നില്ല. അവർ പേരൻസിനെയും കൊണ്ടുപോവാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കൊരു ശോഷണം സംഭവിക്കുന്നുണ്ട്. അതൊന്ന്. രണ്ടാമത്, അപ്പം അവരുടെ സ്പേസിലേക്ക് ആരാണ് കയറി വരുന്നത്? ഹിന്ദുക്കളെ സംബന്ധിച്ച് ഹിന്ദു സമുദായത്തിന് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ സാമർഥ്യമുള്ള ഒരു കമ്മ്യൂണിറ്റിയല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി കഠിനമായി അധ്വാനിക്കാൻ മനസ്സുള്ള മുസ്ലിം വിഭാഗക്കാർ ഇതിലേക്ക് കയറി വരുന്നുണ്ട്. കേരളത്തിൽ ക്രിസ്ത്യാനിയുടെ ഷൂവിലേക്ക് ഇന്ന് കയറി നിൽക്കുന്നത് മുസ്ലിംസാണ്. അത് വല്ലാതെ അവരെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രശ്നമുണ്ട്. മൂന്നാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ക്രൈസ്തവ സഭയെ സംബന്ധിച്ച് അതിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം വിവിധ NGOകൾക്ക് കിട്ടുന്ന ഫണ്ടുകളാണ്. ഈ ഫണ്ടുകളെ സംബന്ധിച്ച് 10 വർഷം മോദി സർക്കാർ കഴിഞ്ഞു. ഇനി അടുത്ത 5 വർഷം കൂടെ മോദി വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സഭയുടെ പല പ്രവർത്തനങ്ങൾക്കും വലിയ പ്രതിസന്ധികളുണ്ടാവും. അപ്പോൾ വളരെ പ്രായോഗികമായി ചിന്തിക്കുന്ന ഇറ്റ്സ് എ റിയാലിറ്റി. മോദി സർക്കാർ അല്ലെങ്കിൽ BJP സർക്കാർ എന്നുള്ള റിയാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ സമരസപ്പെട്ട് നമുക്ക് അനുഭാവപൂർവമായ കുറേ കാര്യങ്ങൾ നേടിയെടുത്താൽ എന്താണ് കുഴപ്പം എന്ന് പ്രായോഗികമായി ലോകത്തുമായിടത്തും ഏറ്റവും വലിയ പ്രാക്ടിക്കലി ചിന്തിക്കുന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങോട്ടൊരു ചായ്വുള്ള ഒരുപാട് ആളുകൾ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പല ഫാക്ടറുകൾ വരുമ്പോൾ കേരളത്തിൽ ഈ ക്രിസ്ത്യാനികളിൽ ഒരു ബൂത്തിൽ 10 വീതം വോട്ടുകൾ BJPക്ക് അനുകൂലമായി, പരമ്പരാഗതമായി UDF-നോ LDF-നോ പോകുന്ന വോട്ടുകൾ 10 വീതം മറിക്കാൻ കഴിഞ്ഞാൽ, ഞാനിത് RSSൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയാണ്, ക്രിസ്ത്യൻ വോട്ടുകളിൽ ഒരു ബൂത്തിൽ 10 വീതം പുതുതായി നേടാൻ കഴിഞ്ഞാൽ സുരേഷ് ഗോപി ജയിക്കുമെന്ന് തൃശ്ശൂരിലെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ നമ്മളീ പറഞ്ഞു വരുന്നത് ഈ കേരളത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ അഗണ്യ കോടിയിൽ തള്ളാവുന്ന ഒരു ഫോഴ്സ് അല്ല BJP. ഈ തെരഞ്ഞെടുപ്പിലോടുകൂടി ഒരു വലിയ ഓട്ടക്കാരനെ കാൾ ലൂയിസിനെ പോലെ ഓടി മുന്നോട്ട് കയറുകയാണ്. BJP കേരളത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും കേരളം ഭരിക്കും എന്ന് കരുതുന്ന ആളല്ല ഞാൻ. പക്ഷേ ഇത്തവണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 15% BJPയുടെ വോട്ട് നില വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞാൽ, 1-2 സ്ഥലത്തെങ്കിലും MP-മാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 4-5 2ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, കേരള രാഷ്ട്രീയം മാറുകയാണ്. 2ാം സ്ഥാനമെങ്കിലും മതി, ജയിക്കണമെന്നില്ല, 2ാം സ്ഥാനത്തേക്ക് എത്തുക. കാരണം ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറഞ്ഞാൽ 7 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഞാനൊന്നും ചോദിച്ചോട്ടെ, ഒന്നുകൂടെ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ സപ്പോസ് തൃശ്ശൂർ ജില്ലയിൽ സുരേഷ് ഗോപി ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ്. അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. വെറുതെ ഒന്ന് ആലോചിക്കുക, സുരേഷ് ഗോപി അവിടെ ജയിക്കുന്നു. സൗത്ത് ഇന്ത്യയിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർലമെൻറ്റ് സീറ്റ് BJPക്ക് കിട്ടുന്നു. ആ മണ്ഡലത്തിനെ BJP എങ്ങനെയായിരിക്കും അടുത്ത 5 വർഷം കൈകാര്യം ചെയ്യുക? ആ പാർലമെൻറ്റ് സീറ്റിന് കീഴിലുള്ള 7 നിയമസഭാ മണ്ഡലങ്ങളിലും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ എറണാകുളത്ത് 2020 ഒരു പഞ്ചായത്ത് ഭരിച്ചു. ഒരു പഞ്ചായത്തിനെ 2020 എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്തുള്ള 4 പഞ്ചായത്തുകളും അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്കൊപ്പം വന്നു. ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് വന്നു, ബ്ലോക്ക് പഞ്ചായത്ത് കിട്ടി. അപ്പോൾ അവർ ചെയ്യുന്ന ഒരു പൊസിഷൻ കയ്യിൽ കിട്ടിയാൽ, ഒരു പദവി കയ്യിൽ കിട്ടിയാൽ, അത് നന്നായിട്ട് അതിനെ നനച്ച് പരിപാലിച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അതിലേക്ക് ഓട്ടോമാറ്റിക്കലി ആകർഷ്ടമാകും. അപ്പോൾ BJPയെ സംബന്ധിച്ച് മിനിമം ഒരു സീറ്റ് കേരളത്തിൽ നേടിയാൽ ഒരു തർക്കവുമില്ല. പണ്ട് വയലാർ എഴുതിയ പോലെ ഈ കുതിരയെ പിന്നെ പിടിച്ചു കെട്ടാൻ കഴിയില്ല. കാരണം ആ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കും, മാറ്റങ്ങൾ ഉണ്ടാക്കും. ആ കുതിരയെ പിടിച്ചു കിട്ടുന്ന ഒരു പരാമർശമായി പോയോ സുരേന്ദ്രൻ്റെ കഴിഞ്ഞ ദിവസത്തെ സുൽത്താൻ ബത്തേരി എന്നുള്ളൊരു ചർച്ചയാവുന്നുണ്ട്? അല്ല, അതിനകത്ത് വേറെ കാര്യമുണ്ട്. സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കുന്നത് ജയിക്കാനല്ല. സുരേന്ദ്രൻ ജയിക്കുമെന്ന് കരുതുന്നത് അമിത ആത്മവിശ്വാസം മാത്രമല്ല, അതിര് കടന്നൊരു സ്വപ്നമാണെന്ന് പറയാം. സുരേന്ദ്രൻ അവിടെ ജയിക്കാനുള്ള സാധ്യതയില്ല. കാരണം മുസ്ലിം വോട്ടുകൾ എൻ ബ്ലോക്കായി രാഹുൽ ഗാന്ധിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ സുരേന്ദ്രനല്ല ആനിരാജയ്ക്കും ജയിക്കാൻ കഴിയില്ല. ഇറ്റ്സ് എ റിയാലിറ്റി. പിന്നെ സുരേന്ദ്രൻ എന്തിനാണ് മത്സരിക്കുന്നത്? സുരേന്ദ്രൻ അവിടെ മത്സരിക്കുന്നത് 2 കാര്യങ്ങൾക്കാണ്. ഒന്നാമത് ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഭാഗമാണ്. രണ്ടാമത് കഴിഞ്ഞ പ്രാവശ്യം തുഷാർ വെള്ളാപ്പള്ളി കിട്ടിയതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട വോട്ട് ഷെയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് രണ്ടുമാണ്. പിന്നെ മറ്റൊന്ന് ആലോചിക്കേണ്ടതുണ്ട്, സുരേന്ദ്രൻ എവിടെയാണ് ഈ പേര് മാറ്റത്തിൻ്റെ കാര്യം പറഞ്ഞത്? ഒരു നാഷണൽ മീഡിയ റിപ്പബ്ലിക് TVയിലാണ്. റിപ്പബ്ലിക് TVയിലൂടെയാണ് കേരളത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന, ശ്രദ്ധിക്കണം, രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം കേരളത്തിലെ 8000-ഓളം ക്ഷേത്രങ്ങൾ നശിപ്പിച്ച, കേരളത്തിലെ 100 കണക്കിന് ഹിന്ദുക്കളെ കൊല ചെയ്ത, കേരളത്തിലെ 100 കണക്കിന് ആളുകളെ വാളിൻ തുമ്പിൽ മതം മാറ്റിയ, കേരളത്തിലെ മലബാറിലെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ, ഹിന്ദുക്കൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന, അവരുടെ നായകൾക്ക് പേരിട്ട് വിളിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ മണ്ഡലത്തിലാണ്
രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു എന്ന നറേറ്റീവ് വടക്കേ ഇന്ത്യയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. കഴിഞ്ഞ പ്രാവശ്യം എന്താ സംഭവിച്ചെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം ലീഗിൻ്റെ കൊടി പാകിസ്ഥാൻ്റെ കൊടിയാണെന്നുള്ള ക്യാമ്പയിൻ. കാരണം വടക്കേ ഇന്ത്യക്കാർക്ക് ലീഗ് എന്ന് പറഞ്ഞാൽ വിഭജനത്തിൻ്റെ ഓർമ്മയാണ്. ജിന്നയുടെ ഡയറക്റ്റ് ആക്ഷൻ വഴി ഇന്ന് നോർത്ത് ഇന്ത്യയിലുള്ള ആസാമിലും ബംഗാളിലും ഒക്കെയുള്ള ഹിന്ദുക്കളുടെ അടുത്ത ബന്ധുക്കൾ, അച്ഛന്മാരും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ ഉൾപ്പെടെ നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ഒന്നാണ് വിഭജനം. വിഭജനത്തിൻ്റെ കൊടിയാണ് പച്ചക്കൊടി, ലീഗിൻ്റെ കൊടി. ആ ലീഗിൻ്റെ കൊടി കാണുമ്പോൾ ആ ലീഗല്ല കേരളത്തിലെ ലീഗെന്ന് നോർത്ത് ഇന്ത്യക്കാരന് മനസ്സിലാവില്ല. അത് രാഹുൽ ഗാന്ധിക്കെതിരെ വലിയ ക്യാമ്പയിനായിരുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആത്മഹത്യാപരമാണെങ്കിലും സ്വജീവൻ രക്ഷിക്കാനുള്ള ഒരു പ്രകടനം നടത്തി കൊടികൾ ഒഴിവാക്കിയാണ് രാഹുൽ ഗാന്ധി അവിടെ വന്നത്. എത്ര നിർലജ്ജമായ കാര്യമാണ്. സ്വന്തം കൊടി പോലും പിടിക്കാൻ കഴിയാത്ത നിസ്സഹായ അവസ്ഥയിലാണ് രാഹുൽ വയനാട്ടിൽ വന്നത്. എന്നിട്ടോ ഇപ്പോൾ നോക്കൂ, രാഹുൽ അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. കാരണം വയനാട്ടുകാരോട് പറയാണ്, ഇപ്പോൾ അമേഠിയിലും മത്സരിക്കുകയാണെങ്കിൽ വിസിറ്റിംഗ് MP എന്നുള്ള ഇമേജാണ് രാഹുലിൻ്റെ വയനാട്. വല്ലപ്പോഴും വരും, മാവേലി വരുന്ന പോലെ വരുന്ന ഒരു MP ആണ് രാഹുൽ എന്നുള്ളൊരു ഇമേജ് വയനാട്ടിലുണ്ട്. അപ്പോൾ അമേഠി കൂടെ ജയിച്ചാൽ, അമേഠി ജയിച്ചാൽ രാഹുൽ ഇവിടെ നിൽക്കുമോ അവിടെ നിൽക്കുമോ? ചോദ്യം സ്വാഭാവികമാണ്. അമേഠിയിൽ രാഹുൽ മത്സരിക്കുകയും സ്മൃതിയെ തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്താൽ നിശ്ചയമായും രാഹുലിൻ്റെ ഫോക്കസും ക്യാമ്പും അമേഠി തന്നെയായിരിക്കും. രാഹുൽ വയനാട് രാജിവെക്കും. അപ്പോൾ അങ്ങനെ ഒരു ഇമേജ് കൊടുക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അമേഠിയിൽ മത്സരിക്കുമോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അറ്റൻഡ് ചെയ്ത് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതിനിടയ്ക്കാണ് ഇപ്പോൾ കൊടിയുടെ സാധനം ഇല്ലാതെ വരുമ്പോൾ ടിപ്പു സുൽത്താൻ എന്നുള്ള ക്രൂരനായ ആക്രമണകാരിയുടെ മണ്ഡലത്തിൽ, അയാളുടെ മണ്ഡലത്തിലാണ് രാഹുൽ മത്സരിക്കുന്നതെന്നുള്ള ഒരു ഇമേജ്, ഒരു ക്യാമ്പയിൻ നാഷണൽ ലെവലിൽ ഉയർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, സുരേന്ദ്രൻ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, വോട്ട് ഷെയർ കൂട്ടാനും. വോട്ട് ഷെയർ കൂട്ടലും BJPയുടെ വിജയം തന്നെയാണ്, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് പിടിക്കാൻ കഴിഞ്ഞാൽ അതൊരു വിജയമാണ്. ജയത്തിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം നാഷണൽ ക്യാമ്പയിന് വേണ്ടിയിട്ട് തുറക്കാൻ ഉള്ള ഒരു ക്യാമ്പയിൻ പോയിന്റ് എടുത്തിടുകയും ചെയ്തു. അത് ക്യാമ്പയിൻ ചെയ്യും. അപ്പോൾ നമുക്കിപ്പോൾ നോക്കേണ്ടത്, നമ്മൾ ഇതിനകത്ത് പറയാത്തൊരു മണ്ഡലമുണ്ട്. അതായത് ആറ്റിങ്ങൽ മണ്ഡലമാണ്. ആറ്റിങ്ങൽ നടക്കുന്ന മത്സരത്തെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ മുരളിക്കെതിരെ ഒരുപാട് ആക്ഷേപങ്ങൾ വരുന്നുണ്ട്. അവിടെ ജോയ്, അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട മത്സരം എന്ന് പറയുന്നത് അടൂർ പ്രകാശ്, മുരളീധരൻ, ജോയ്, ഇവർ 3 പേരും ഒരേ സമുദായത്തിൽപ്പെട്ടവരാണ്. വർക്കലയിലെ MLA ആണ് ജോയ്. അപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലം ഒരു ഈഴവ സ്പിരിറ്റുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ഈഴവ വോട്ടുകൾ 3ആയി സ്പ്ലിറ്റായി പോകുന്നു എന്നുള്ളതാണ് പൊതുവിലുള്ള അവിടുത്തെ ഒരു വികാരം. അതിൽ ആർക്ക് ചാമ്പ്യൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ജോയിയെ സംബന്ധിച്ച് ഞാൻ മനസ്സിലാക്കുന്നത്, ജോയ് സ്വാഭാവികമായും ഇപ്പോഴും 3ാം സ്ഥാനത്താണ്. മത്സരരംഗത്ത് ഇപ്പോൾ ഉള്ളത് മുരളിയും അടൂർ പ്രകാശും തമ്മിലാണ്. അപ്പോൾ കേരളത്തിലെ ഞാൻ പറയുന്നു പത്തനംതിട്ടയിൽ ക്യാമ്പയിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ആൻ്റണിയും അനിൽ ആൻ്റണിയും കട്ടക്ക് എടുക്കുന്നു. തോമസ് ഐസക്കിനെ കേൾക്കാനില്ല. ഒരുപക്ഷെ ED, പക്ഷേ തോമസ് ഐസക്കിനൊരു സാന്ത്വനമാവുന്നൊരു വിധിയാണ് വന്നത് കോടതിയിൽ നിന്ന്. EDയുടെ മുമ്പ് ഹാജരാണ്ടെന്നുള്ളൂ. അപ്പോൾ ED ഇന്നലെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അപ്പീൽ സിംഗിൾ ബെഞ്ചിന്റെ വിധി ആവണമെന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മാത്രം അത് സിംഗിൾ ബെഞ്ച് പറഞ്ഞു. അതിനെ ചാലഞ്ച് ചെയ്ത് ഹൈക്കോടതി പോയിട്ടുണ്ട്. ഡിവിഷൻ ബെഞ്ച് പറയാണ് EDയുടെ മുൻപാകെ ഹാജരാവണമെന്ന് പറഞ്ഞാലോ. അപ്പോൾ അത് സ്വാതന്ത്ര്യം, അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു കാര്യം. EDയുടെ നടപടി EDയുടെ വഴിക്ക് പോകും. അപ്പോൾ അതെന്തോ ആവട്ടെ. പക്ഷേ ക്യാമ്പയിൻ്റെ കാര്യത്തിൽ നമുക്ക് പത്രം വായിക്കുന്ന ആർക്കും മനസ്സിലാവും, 2 പേരുകൾ, ആൻ്റണി, അനിൽ ആൻ്റണി എന്നുള്ള പേരിന് താഴെയാണ് തോമസ് ഐസക്കിൻ്റെ ചിത്രം. ഇപ്പോൾ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ആറ്റിങ്ങലിൽ മുരളിയും അടൂർ പ്രകാശും എന്ന തരത്തിൽ മാറിയിരിക്കുന്നു. ആലപ്പുഴയിൽ ശോഭയും വേണുഗോപാലും എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. തൃശ്ശൂർ സുരേഷ് ഗോപിയാണ് 2ാം സ്ഥാനത്ത്. ആര് എന്ന് ഇപ്പോഴും തീരുമാനിക്കപ്പെടണം. കാരണം LDFനെ സംബന്ധിച്ച് സുനിൽകുമാർ ആയിരിക്കാം. സുനിൽകുമാറിൻ്റെ പേരിൽ വളരെ ബോധപൂർവ്വം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു PR-ൻ്റെ ഭാഗമായി, PR അല്ല, ഇടതുപക്ഷ ഹാൻഡിലുകൾ സ്വയം ഉണ്ടാക്കി കൊടുത്തൊരു നാറേറ്റീവ് ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റില്ല. അതിപ്പോൾ ജനം തീരുമാനിക്കട്ടെ. അപ്പോൾ ഏതായാലും നമ്മൾ മിനിമം ഒരു 5 മണ്ഡലത്തിലെങ്കിലും BJP സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ മുന്നോട്ട് വരുന്നൊരു കാഴ്ച കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ്. അത് പാർലമെൻറ്റ് മണ്ഡലത്തിലാണ്. ഒരു പാർലമെൻറ്റ് മണ്ഡലം എന്ന് പറയുന്നത് 7 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ 5 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥികൾ വലിയ പ്രകടമായ കുതിച്ചുകയറ്റം നടത്തുന്നു എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 35 നിയമസഭാ മണ്ഡലങ്ങളിൽ രാഷ്ട്രീയമായ ഒരു കാറ്റും വീശിമാറലിൻ്റെ
ലക്ഷണങ്ങൾ കാണുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്, അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ കേരളം ഭരിക്കുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. അപ്പോൾ പരിഹസിച്ച ചില ആളുകളുണ്ട്, ട്രോൾ ഉണ്ടാക്കിയവരുണ്ട്. അവരാലോചിക്കണം കേരളത്തിൽ CPM എത്ര സീറ്റുണ്ട്, കോൺഗ്രസിന് എത്ര സീറ്റുണ്ടെന്ന്. അവർക്കുമൊക്കെ 35 സീറ്റുകളൊക്കെ വെച്ച് 35-40 സീറ്റുകൾ വെച്ചിട്ടാണ് മുന്നണി ഉണ്ടാക്കി ഇടതുപക്ഷവും വലതുപക്ഷവും കേരളം ഭരിച്ചിട്ടുള്ളത്. ഒരു 35 സീറ്റ് BJPക്ക് കിട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഇന്ന് BJPയോടുള്ള അസ്പൃശ്യത മാറി പല കക്ഷികളും BJPയോടെ വരും എന്നാണ് അതിൻ്റെ വായന. ആ വായന അറിയാത്തത് കൊണ്ടല്ല 35 കിട്ടിയ കേരളം ഭരിക്കും എന്നുള്ള സുരേന്ദ്രൻ്റെ വാക്ക്. തൃശ്ശൂർ എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അതിനെയും ആക്ഷേപിച്ചതാണ്. തൃശ്ശൂർ എടുക്കുമായിരിക്കും, എടുക്കട്ടെ. അത് എന്തൊക്കെ പറയുന്നു ക്യാമ്പയിൻ ഓരോ ക്യാമ്പയിൻ. ഇപ്പോൾ LDF വരും, എല്ലാം ശരിയാകും. ഒരു ക്യാമ്പയിൻ ആയിരുന്നു, ഇപ്പോൾ എല്ലാം ശരിയാക്കുന്നത് ജനം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ക്യാമ്പയിൻ, ക്യാച്ച് വേർഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു ക്യാമ്പയിൻ്റെ ഭാഗമാണ്, അതൊക്കെ സ്വാഭാവികം. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ നേരത്തെ എഴുതി തള്ളിയ ആളുകൾക്ക് പോലും BJPയെ അവഗണിക്കാൻ പറ്റാത്തൊരു ഫോഴ്സായി കേരളത്തിൽ മാറിയിട്ടുണ്ട്. ശോഭ ജയിക്കുമോ, രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമോ, മുരളി ജയിക്കുമോ, അനിൽ ജയിക്കുമോ, സുരേഷ് ഗോപി ജയിക്കുമോ എന്നതാണ് ഇന്ന് കേരളം ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യങ്ങൾ. അത് BJPയുടെ വിജയം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.